അപ്പൊ ഹലോ ഗൈസ്, ഞാനിപ്പോ വയനാട്ടിലാണുള്ളത്. ചെറിയൊരു വീട് കാണൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗോപുവിന്റെ. അപ്പൊ അതിന് വന്നതായിരുന്നു. അപ്പൊ ഇന്ന് തിരിച്ചു പോവാണ്. നേരെ വീട്ടിൽ വന്ന് അമ്മേനോടും വലിയച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് ബാഗും തൂക്കി ഇറങ്ങി. എന്നിട്ട് നേരെ ഗോപുവിന്റെ കൂടെ ബൈക്കിൽ ടൗണിലേക്ക് പോയി. വിനിയൊക്കെ ഓൾറെഡി ടൗണിലായിരുന്നു. അങ്ങനെ അവനെയും കണ്ട് യാത്രയും പറഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഗോപുവിനോടും യാത്ര പറഞ്ഞ് ബസ്സിന് വേണ്ടി കാത്തുകയാണ്. അധികം നേരം നിൽക്കേണ്ടി വന്നില്ല, നമുക്ക് പോകാനുള്ള ബസ് വന്ന്. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നാണ്. ശരിക്കും പറഞ്ഞ 24 മണിക്കൂർ പോലും നിന്നില്ല, തിരിച്ചു പോവാണ്. വേറെ ഒന്നല്ല, എനിക്കൊരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്ര വേഗം തിരിച്ചു പോകുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ വൈത്തിരി വന്ന് ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നടന്ന് മെയിൻ ബസ് സ്റ്റോപ്പ് എത്താനായപ്പോ എന്തോ ഒരു പന്തികേട് അടിച്ച്. കാരണം കുറെ പേരെ കാണുന്നുണ്ട് അവിടെ, ബസ് കയറാൻ കാത്തുക്കുന്നവരാണ്. അങ്ങനെ ഞാനും പോയി അവിടെ കാത്തുക്കാൻ തുടങ്ങി. കുറെ നേരം കാത്തുന്നപ്പോ ഒരു KSRTC വന്ന്. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. അതിന്റെ അതൊന്നും കാല് കുത്താൻ പോലും സ്ഥലമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത ബസ് വന്ന്. അതിന്റെ അവസ്ഥ അത് തന്നെ. അപ്പൊ സംഭവം ഉറപ്പായി, നമ്മൾ പെട്ട്. നമ്മൾ കുറെ നേരം പിന്നെയും കാത്തുക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ബസ് വരും. സൂചി കുത്താൻ പോലും സ്ഥലമല്ല എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. കാത്തുന്നത് 5:15 കഴിഞ്ഞ് ഓരോ ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. അവസാനം 6 മണിയൊക്കെ ആയപ്പോ കുറച്ച് നിൽക്കാനെങ്കിലും സ്ഥലമുള്ള ഒരു ബസ് കിട്ടി. അപ്പോഴാണ് അടുത്ത പണി. ഫുള്ള് ബ്ലോക്കാണ്. വെറ്റിനറി കോളേജിന്റെ അവിടെ എത്തിയപ്പോഴത്താൻ തുടങ്ങിയ ബ്ലോക്കാണ്. അവസാനം എഴഞ്ഞ് ചുര ഇറങ്ങാൻ തുടങ്ങിയപ്പോ രാത്രിയായി. ബ്ലോക്ക് നീണ്ടു നേർന്ന് കിടക്കുകയാണ്. എപ്പോ താഴെത്തുന്ന ഒരു പിടുത്തമില്ല. 7 മണി കഴിഞ്ഞപ്പോ 8-ാം വളവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് താഴെത്തിയപ്പോ ബ്ലോക്കിനൊക്കെ ഒരു മയം വന്ന്. അങ്ങനെ ഫൈനലി 7:50 ആയപ്പോ ഈങ്ങാപ്പുഴ വന്ന് ഇറങ്ങി. ബസ്സിൽ നിന്ന് ആകെ ഒരു വഴിയായി. ഒന്നാമത് കാലിന് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് മൊത്തത്തിൽ ക്ഷീണിച്ചു പോയി. എന്നിട്ട് നേരെ ഈങ്ങാപ്പുഴ എന്നൊരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫൈനലി തിരിച്ച് വീടെത്തിയപ്പോ എവിടെ ഒന്ന് കിടന്നാ മതിയെന്നായി. കാരണം നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. വയനാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ 4 മണിക്കൂർ എടുത്ത്. അപ്പൊ എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.